കോഴിക്കോട് തടമ്പാട്ടുതാഴത്ത് ഓടയിൽ വീണ യുവാവ് മരിച്ചു. തടമ്പാട്ടുതാഴം സ്വദേശി ഷംസീറാണ് മരിച്ചത്. വിവരങ്ങൾ നൽകാനായി രാഹുൽ KV ചേരുന്നുണ്ട്. വൈകിട്ടാണ് ഈ അപകടം ഉണ്ടായത്. തടമ്പാട്ടുതാഴം ടൗണാണ്. ടൗണിൽ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ഓടയുള്ളത്. മഴയായതുകൊണ്ട് തന്നെ നിറച്ചും വെള്ളമാണ്. വൈകിട്ട് അദ്ദേഹം ഇവിടെ വരികയും ഈ ഓടയിലേക്ക് തെന്നി വീഴുകയുമാണ് ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 46 വയസ്സുകാരനാണ്. തടമ്പാട്ടുതാഴം സ്വദേശി തന്നെയായ ഷമീറാണ് മരിച്ചത്. ഈ ഓടയ്ക്ക് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് അത്യാവശ്യം വീതി ഉണ്ടെങ്കിൽ തന്നെയും പിന്നീട് ഈ സ്ലാബ് വരുന്ന ഭാഗത്ത് വീതി കുറയുകയാണ്. ഇവിടെ നിന്ന് വീണ് ഈ സ്ലാബിന് അടിഭാഗത്തേക്ക് പോയി ഈ തൊട്ടടുത്ത് തന്നെ ഈ കാലവർഷ കെടുതിയൊക്കെ ഉണ്ടായാൽ അതിന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി NDRFൻ്റെ സംഘം ക്യാമ്പ് ചെയ്യുകയാണ്. ആ സംഘം എത്തിയാണ് അതായത് അദ്ദേഹത്തെ പിന്നീട് ഏകദേശം ഒരു 10 മിനിറ്റോളം സമയത്തിന് ശേഷമാണ് കണ്ടെത്തിയത്. പിന്നീട് ആശുപത്രിയിലേക്കൊക്കെ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയാ പുള്ളി വീണുപോയതാണോ? മൂപ്പര് മൂത്ര ആ സമയത്ത് തെന്നി വീണോ? മൂപ്പർക്ക് ഉസ്മാനത്തിൻ്റെ സൂക്കടം അങ്ങനെ അബദ്ധം തെറ്റി ഒന്ന് വീണുപോയി. അങ്ങനെ വീണത് മൂപ്പര് വെള്ളത്തിലേക്ക് വീണു. പിന്നെ മൂപ്പര് പിടിക്കാനോ കഴിയില്ല, ആർക്കും കഴിയില്ല. ഉസ്മാനല്ലേ, പിന്നെ പിടിച്ചാൽ കിട്ടൂല, പിന്നെ നമ്മളീ കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരും വന്ന് ചാടി, എല്ലാവരും കയറാതെ പിടിക്കാതെ, പക്ഷെ ആർക്കും ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് എത്തി ബോഡി. ഇവിടെ നല്ല കിട്ടിയതല്ലേ? അപ്പുറത്ത് എത്ര ദൂരം ഒഴുകിപ്പോയിട്ടുണ്ടാവും? ഇവിടെ നിന്ന് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ബോഡി NDRF എടുത്ത് അല്ല, NDRF ഒന്നുമില്ല, നമ്മളിവിടെ ഉള്ള ആൾക്കാർ തന്നെ വന്ന് എടുത്ത് ഓര് വന്ന് പിടിച്ച് ഓര് കുറേ ശ്വാസമൊക്കെ കൊടുത്ത് എല്ലാം ടെസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ വർക്ക് ചെയ്യുന്നില്ല ഓര്. അപ്പോൾ ഓര് പറഞ്ഞ് അല്ല ഇവിടെ ഇതുണ്ടല്ലോ, അവിടെ ഒരു ആരോഗ്യം നോക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോ അങ്ങോട്ട് കൊണ്ടുപോയി. ഡോക്ടർമാരെ ഇത് വേണ്ടേ അതൊക്കെ നോക്കി ഡോക്ടർമാരൊന്നുമില്ല, പോയില്ല. പിന്നെ വൈകുന്നേരമാണ് ബോഡി എടുത്തത് മെഡിക്കൽ കോളേജിൽ കൊണ്ട്. ഈ ഓട മുൻപേ ഒക്കെ ഇവിടെ ഇങ്ങനെ തുറന്ന പോലെ തന്നെയാണോ? എത്രയോ കാലം എന്നുണ്ടാക്കിയോ അന്ന് മുതലേ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? നല്ല ആഴമുണ്ടോ? അതിനകത്തൊന്നുമില്ല, ഒരു 3-4 4 അടി അത്രേ ഉള്ളൂ, വല്ല കൂടുതലൊന്നുമില്ല. പിന്നെ എന്താ പറയുക, പിടിച്ചാൽ കിട്ടൂല, നല്ല ഒഴുക്കാണ് ഇവിടെ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. പിന്നെന്താ വെച്ചാൽ മാലിന്യങ്ങളും എന്തൊക്കെ മാലിന്യങ്ങൾ, എവിടേക്കൊക്കെ എന്തൊക്കെ മാലിന്യങ്ങൾ വരും ഒന്നും പറയല്ല. പിന്നെ വേര് കണ്ടില്ല നിങ്ങൾ, പിന്നെ എന്താ സ്ലാബും വെള്ളം കണ്ടില്ല നിങ്ങൾ. എവിടെ ഒരാൾക്ക് അങ്ങോട്ട് ഇറക്കാൻ പറ്റൂല, രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഈ സ്ലാബൊക്കെ ഒന്ന് പൊന്തിക്കണം. ആരെന്ത് ചെയ്യേ? ഇവിടെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഉണ്ട്, ഒരു കാര്യം ഒന്നും ചെയ്യില്ല. ഈ സ്ലാബൊക്കെ ഒന്ന് എല്ലാ ലൈറ്റിൽ പൊന്തിച്ചൂടെ? വെള്ളം ഈ ലെവലിൽ പോകുന്നതാണെങ്കിൽ ഈ സ്ലാബൊക്കെ ഒന്ന് പൊന്തിച്ചൂടെ? അവിടെയൊക്കെ ബ്ലോക്കാണ്. പക്ഷെ ഒരാൾ മരിക്കുന്നത് നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. അത് നമ്മളെ ലോഹിക്കാർ മരിക്കുമോ? അതിലെ വലുത് ലോഹിക്കാർ മരിക്കുക, അത് നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് പേടിയാ. നാളെ ഞാനും മരിക്കൂലേ? ഇവിടെ ആരില്ല. ഞാനൊക്കെ ഒന്ന് കൈ തട്ടിയാൽ എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ വീണ ഞാനും മരിക്കൂ. അതാ സ്ഥിതി. ഇതൊക്കെ ജനങ്ങളെ ഓരോ പൊട്ടന്മാരാക്കുക ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? രാഷ്ട്രീയക്കാർ ഓരോന്നും നല്ല വൃത്തി ചെയ്ത് വെക്കണം ഇതൊക്കെ. അല്ലാണ്ട് എന്ത് ചെയ്യുന്നത്? ഒന്നിനും വേണ്ട. രാഷ്ട്രീയക്കാരൊക്കെ മൊയന്താളാണ് ഇപ്പോഴും പറയാനുള്ളത്. ഓരൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ തന്നെയാണ്. ഒരു ദാരുണമായ മരണം വൈകിട്ടാണ് അത് സംഭവിക്കുന്നത്. പറഞ്ഞതുപോലെ അപസ്മാരം ഉള്ള ആൾ കൂടിയാണ് മരിച്ച ഷമീർ. ഈ ഓടയിലേക്ക് വീഴുകയും ഒഴുകി ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരം പോയി അതിനപ്പുറത്ത് വെച്ചാണ് നാട്ടുകാരും അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന NDRFൻ്റെ സംഘവും അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുന്നത്. പിന്നീട് അടുത്തുള്ള ക്ലിനിക്കിൽ എത്തിച്ചിരുന്നു. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്.